CNC കേരളയുടെ കുറച്ച് ആസ്പെക്ട്സ് ഒന്ന് ബേസിക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മീറ്റാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സിറ്റി നേച്ചർ ചാലഞ്ച് എന്താണ് എന്നാണ്. അതിനെല്ലാം മുമ്പ് എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണെന്നുള്ളതും ചാറ്റ് സെക്ഷനിലൊന്ന് എഴുതിയിടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ പ്ലീസ് കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ഇനി CNCനെ കുറിച്ച് ചിലവർക്ക് അറിയായിരിക്കാം, ചിലർക്ക് ഇത് ആദ്യമായിട്ട് ഒരു ന്യൂ ആസ്പെക്റ്റ് ആയിരിക്കാം. സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറയുന്നത് 2016 2016 ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ഓഫ് ലോസ് ആഞ്ചൽസ് കൗണ്ടിയും അതേപോലെ കാലിഫോർണിയ അക്കാഡമി സയൻസസും കൂടി നടത്തിയ ഒരു ചാലഞ്ചിനെ ആസ്പദമാക്കി തുടങ്ങിയ ഒരു ഇവൻ്റാണ്. 2016 അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2 സിറ്റീസും തമ്മിൽ അവരൊരു ഫ്രണ്ട്ലി ചാലഞ്ച് വെച്ചിരുന്നു. സ്വന്തം സിറ്റിയിൽ കാണുന്ന ഓർഗാനിസംസിനെയൊക്കെ iNaturalist എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി അവർ രേഖപ്പെടുത്തുകയും അതിൽ തമ്മിൽ നിന്ന് ഏറ്റവും മാക്സിമം കോൺട്രിബ്യൂഷൻസ് വരുന്ന സിറ്റി വിജയിക്കുന്ന രീതിയിലുള്ളൊരു ചാലഞ്ച് അവർ വെക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം 2016 ശേഷം അത് ഓരോ വർഷം ചെല്ലുന്തോറും ഒരു ഗ്ലോബൽ ഇവന്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ കൊല്ലം 400+ സിറ്റീസ് CNCയിൽ പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ കൊല്ലവും കേരളം പങ്കെടുത്തിട്ടുണ്ട്. ഇക്കൊല്ലം വെരി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് നമ്മൾക്ക് 600+ സിറ്റീസ് ഉണ്ട് ഓവറോൾ ദ വേൾഡ്. അതിൽ 200ഓളം സിറ്റീസ്, ഇത്ര മാസീവ് ജമ്പ് വരാൻ കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെ 200+ സിറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ 14 ജില്ലകളും പങ്കെടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് സന്തോഷത്തോടെ അറിയിക്കാൻ സാധിക്കുന്നു. അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള നമുക്കൊരു അടിപൊളി വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് CNCക്ക്. ഇപ്പം നമ്മുടെ പ്രോസസ്സ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ സിറ്റിക്കും നമ്മൾ ഓരോ കോർഡിനേറ്ററും ഓർഗനൈസേഴ്സും ഉണ്ട്. അതേപോലെ ഇന്ത്യനെ മൊത്തം നമ്മൾ 6 സോൺസ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ സോണിനും 2 സോണൽ കോർഡിനേറ്ററിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റി നേച്ചർ ചാലഞ്ചസ് ഭയങ്കര എളുപ്പമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഇതിൻ്റെ ഒരു ഭാഗമായി മാറുമെന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. iNaturalist എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആരും, അതായത് 26 മുതൽ 29 വരെ, ഏപ്രിൽ 26 മുതൽ 29 വരെയാണ് ഇതിൻ്റെ ഡേറ്റ്സ്. ഏപ്രിൽ 26 മുതൽ 29 എന്ത് ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്യുന്ന ആരും ഇതിൽ ഡിഫോൾട്ടായിട്ടൊരു പാർട്ടിസിപ്പൻ്റായി മാറുകയാണ് ചെയ്യുന്നത്. CNC കേരളയായിട്ട് അനുബന്ധിച്ച് നമ്മുടെ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താലുള്ള ഒരു ഗുണം, നമുക്ക് എന്തെങ്കിലും പെർക്സ് ഒക്കെ ഫ്യൂച്ചറിൽ ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അതിനുള്ള ഒരു ചാൻസ് കിട്ടുന്നുള്ളത് മാത്രം. സോ ഐ എം ഹാൻഡിങ് ഓവർ ദ സെഷൻ ടു സിയ. നമ്മുടെ CNC കേരളയിൽ ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെ തരത്തിലാണ് നമ്മളെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ സിയയ്ക്ക് കൈമാറുകയാണ്. സിയ. താങ്ക് യു അശ്വതി. സോ എൻ്റെ പേര് സിയാവുൽ ഹക്ക്. ഞാൻ CNCയുടെ കേരള സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റുകൾ നമ്മളൊന്നും അറിയണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ iNaturalist ഈബേർഡൊക്കെ ഓരോ ഇവന്റുകൾ വെക്കാറുണ്ട് അവരുടെ പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യാനും സിറ്റിസൺ സയൻസ് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. പക്ഷെ മിക്കവാറും iNaturalistന്റെ ഇവന്റുകൾ നമ്മൾ അറിയണില്ല. ഫോർത്ത് വീക്ക്, ബട്ടർഫ്ലൈ മന്ത്, അങ്ങനെ ഓരോ ഇവന്റുകൾ വെക്കാറുണ്ട്. അതേപോലത്തെ ഒരെണ്ണം തന്നെയാണ് സിറ്റി നേച്ചർ ചലഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊക്കെ ഇൻഡിവിജ്വലായിട്ട് നോക്കാം. ഏതൊരാളാണ് കൂടുതൽ സ്പീഷീസ് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊരാളാണ് കൂടുതൽ ഒബ്സർവേഷൻ ഇട്ടിട്ടുള്ളത്, അതാണ് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ആ ഒരു മത്സര ബുദ്ധി വരാൻ വേണ്ടിയിട്ട് സിറ്റീസ് ആണ് രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ നമ്മൾ ആദ്യം കേരളത്തിന് ഒരെണ്ണം ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ആനുവലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. അത് നമ്മളിപ്പോ സിറ്റിസൺ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെ പോയി കഴിഞ്ഞാലും iNaturalistനെയും ഈബേർഡിനെ കുറിച്ചിട്ട്, അങ്ങനത്തെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സാധനം പ്രൊമോഷൻ നടക്കാറുണ്ട്. അല്ലാണ്ടും നമ്മൾ കേരളത്തിൽ അത്യാവശ്യം യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവന്റിൽ പങ്കെടുക്കാൻ തന്നെ നമുക്ക് നല്ലോണം ഒബ്സർവേഷൻസ് പോവാറുണ്ട് ആനുവലി. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവന്റിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെ ഒന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ഒരു ഓർഗനൈസേഷൻ തന്നെ സ്റ്റേറ്റിനെ മൊത്തം കോർഡിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓർഗനൈസേഷൻസ് ഇതിൽ കൊളാബ് ചെയ്തിട്ടുണ്ട്. ഈ കോർഡിനേറ്റേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് iNat യൂസേഴ്സ് തന്നെയാണ്, വേറെ ഓർഗുകളൊന്നും അല്ല.
അപ്പോ നമ്മൾ തന്നെ ഇത് ഏറ്റെടുത്തിട്ട് കോർഡിനേറ്റേഴ്സ് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ കോർഡിനേറ്ററിനെ വെച്ചിട്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 14 പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ജില്ലകളിലുള്ള ഓർഗനൈസേഷൻസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുകയും അതേപോലെ അവിടെ ഉള്ള ആൾക്കാർ ഇപ്പോ നമ്മളെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ്, ഇപ്പോ നമ്മൾ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ അതിനായിട്ട് എന്നിട്ടുള്ള ആപ്പ് ഉണ്ട്, സിറ്റിസൺ സയൻസ് ഉണ്ട്, സിറ്റിസൺ സയൻസ് എന്താണെന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവരെ കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. നമുക്ക് പറ്റണ പോലെ ഏറ്റവും കുറഞ്ഞതാണ് നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മളൊരു ഓർഗനൈസേഷന്റെ ഭാഗമാണെങ്കിൽ അതിലുള്ള ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിപ്പിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ഒരു നാച്ചുറലിസ്റ്റ് ആണ്, എല്ലാവരും പ്രകൃതിനെ സ്നേഹിക്കുന്നവരാണ്, ഫോട്ടോസ് എടുക്കുന്നവരാണ്. പക്ഷെ മിക്ക ആൾക്കാരും ഈ എടുക്കുന്ന ഫോട്ടോസിനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാറില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ അതിനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ അതിനു മുമ്പ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുമായിരുന്നു. നമുക്ക് ഇഷ്ടമാണ്, ബട്ടർഫ്ലൈസിന് ഇഷ്ടമാണ്, ഇൻസെക്ട്സിന് ഇഷ്ടമാണ്, നമ്മൾ ഫോട്ടോ എടുക്കും. പക്ഷെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കില്ല. അപ്പോ ഐനാറ്റിൽ ഇടുക, അതൊക്കെയാണ് ഐനാറ്റിന്റെ ഒരു ഇതായിട്ട് വരുന്നത്. മനോജേട്ടൻ ഐനാറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, എന്താണ് അതിന്റെ യൂസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പൊ കേരളയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു 16-17 ഓർഗനൈസേഷൻസ് ഉണ്ട്. കേരള ബേർഡേഴ്സ് ക്ലബ് ഉണ്ട്, കൂടുതലും ബേർഡിംഗ് ക്ലബ്ബുകളാണ്. പിന്നെ കോൾ വെറ്റ്ലാൻഡ്സിൽ മോണിറ്ററിംഗ് നടത്തുന്ന കോൾ ബേർഡേഴ്സ് ഉണ്ട്. പിന്നെ കേരള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക്, അതുപോലെ ഐ നാച്ചുറലിസ്റ്റ് കേരള എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഐ നാച്ചുറലിസ്റ്റ് യൂസ് ചെയ്യണ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഒക്കെ ആ ഗ്രൂപ്പിലുണ്ട്. പിന്നെ സിറ്റി നാച്ചുറൽ ചലഞ്ച് കേരള എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ വാക്ക് വിത്ത് വി സി എന്ന് പറഞ്ഞിട്ട് VC ബാലകൃഷ്ണൻ സാറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരും ഇതേപോലെ നാച്ചുറൽ വാക്ക് സംഭവങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഫോട്ടോസും കൂടി എടുപ്പിക്കുക, അതേപോലെ അവര് അതിനായിട്ടിൽ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു 2 സാധനം എക്സ്ട്രാ വരണുള്ളൂ. അവർ ഓൾറെഡി ഇതൊക്കെ ചെയ്യാറുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ കൊളാബ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഈ പറഞ്ഞ പോലത്തെ നാച്ചുറൽ ക്യാമ്പുകളോ അല്ലെങ്കിൽ വാക്കുകളോ ഒക്കെ നടത്താറുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സിറ്റിസൺ സയൻസിന്റെ ഇതിൽക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഇതിൽ കൊളാബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരുവിധം ഉള്ള ജില്ലകളിൽ നിന്നൊക്കെ ഓരോ ഓർഗനൈസേഷൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്യും, അവര് ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ തന്നെ ഒരു നാച്ചുറൽ വാക്ക് സംഘടിപ്പിച്ചിട്ടോ ആണ് കേരളത്തിൽ നമ്മൾ CNC നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കൊല്ലം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. അടുത്ത കൊല്ലം നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കുറച്ചും കൂടി ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഓഫ്ലൈൻ ഇവന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം നമ്മൾ പരമാവധി ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, ആൾക്കാരെ കൊണ്ട് പങ്കെടുപ്പിക്കാൻ നോക്കുക, അതുപോലെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ കേരളത്തിലത്തെ കാര്യങ്ങള്. അപ്പോ ഇനി ഐ നാച്ചുറലിസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ അതിന്റെ യൂസസ് എന്താണ്, എങ്ങനെയാണ് സിറ്റിസൺ സയൻസ് ഒരു സയന്റിഫിക് റിസർച്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ മനോജേട്ടൻ കാര്യമായിട്ട് പറഞ്ഞുതരും. അപ്പോ താങ്ക് യു ഓൾ. അപ്പൊ മനോജേട്ടന് മൈക്ക് കൈമാറണം. ഓക്കെ, താങ്ക് യു സിയ. ഓക്കെ, ഇതില് കുറേയധികം ആളുകൾക്ക് ഐ നാച്ചുറലിസ്റ്റ് എന്താണെന്നുള്ളത് കുറേയധികം ഫെമിലിയർ ആയിട്ട് ആൾക്കാർ ഉണ്ടാവും തോന്നുന്നു. എന്നാലും അതെ, പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സിറ്റി നേച്ചർ ചലഞ്ച് പോലെയുള്ള ചലഞ്ചുകളുടെയൊക്കെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി നേച്ചർ ചലഞ്ച് എന്ന് പറയുന്നത് ഏപ്രിൽ 26 മുതൽ 29 വരെ 4 ദിവസമായിട്ടാണ് നടക്കുന്നത്. ഇത് 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. ഒന്ന്, നമ്മൾ ഫീൽഡ് ലെവൽ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ ഏപ്രിൽ 26 തൊട്ട് 29 വരെയും, അതിനുശേഷം കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്ത ഒബ്സർവേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ 4 ദിവസം അതിനുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പരമാവധി ഒബ്സർവേഷൻസ് ഫീൽഡിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരത്തെ സിയ പറഞ്ഞ പോലെ നമുക്ക് സാധ്യമായിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഒരു കളക്റ്റീവ് പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതില് എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫീൽഡിൽ ഇറങ്ങി പരമാവധി വോളണ്ടിയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യിച്ച് നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ് അതില്. ഓക്കെ, ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ചുറ്റുമുള്ള വൈൽഡ് ലൈഫ് ഉള്ള എന്ത് സംഗതികളും, അത് ചെടി ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഒരു എവിഡൻസ് ആണെങ്കിലും, അത് സൗണ്ട് ആയിക്കോട്ടെ, ഫോട്ടോ ആയിക്കോട്ടെ, അത് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്.
അത് അതിന്റെ ഫോട്ടോയോ സൗണ്ടോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. വീഡിയോ നിലവിൽ ഐനാച്ചുറലിസ്റ്റിൽ അലൗഡ് അല്ല. അപ്പോ അത് പരമാവധി ശേഖരിക്കുക, അത് ലൊക്കേഷൻ ഡാറ്റയോട് കൂടിയിട്ട് അത് ഐനാച്ചുറലിസ്റ്റിൽ ഷെയർ ചെയ്യുക. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അപ്പോൾ നമുക്കും അതെ, കേരളത്തിലെ ജില്ലകൾ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായി കഴിഞ്ഞാലും നല്ലതാണ്. ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും വളരെ കോമൺ ആണെന്ന് കരുതി വിട്ടുകളയുന്ന പല സംഭവങ്ങളും പലപ്പോഴും അത് കൂടുതൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് വളരെ വലിയൊരു എന്താ പറയാ, വേറൊരു വലിയ ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കും. കൂടുതലും അതിന്റെ ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ടായാലും അത് പലപ്പോഴും വേറൊരു സ്പീഷ്യസിന്റെ പ്രസൻസ് ആയിട്ട് അടക്കം അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോ ആ തരത്തിൽ ആളുകളെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യം അത് നിരീക്ഷിക്കാനും അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അത് ഡോക്യുമെന്റ് ചെയ്യാനും അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആക്കാനും ഉള്ള ഒരു ആക്ടിവിറ്റി, അതിനെയാണ് ഈ സിറ്റിസൺ സയൻസ് അഥവാ പൗരശാസ്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഐനാച്ചുറലിസ്റ്റിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ആണ്. അത് പീപ്പിൾ ഷെയറിംഗ് ബയോഡൈവേഴ്സിറ്റി ഇൻഫോർമേഷൻ ടു ഹെൽപ്പ് ഈച്ച് അതർ ടു ലേൺ അബൌട്ട് നേച്ചർ. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. അത് വളരെയും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു കാലത്താണ്. അപ്പോൾ നാച്ചുറലിസ്റ്റുകളുടെ ഒരു ഇൻസ്റ്റാഗ്രാം തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഐനാറ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് 2008 കുറച്ച് സ്റ്റുഡൻസിന്റെ ഒരു മാസ്റ്റർ പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് കാലിഫോർണിയ അക്കാഡമി അത് 2014 അത് അക്വയർ ചെയ്തു. അതിന് നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റിയുടെ സപ്പോർട്ട് 2018 അതിന് കിട്ടി. അതോടുകൂടി അത് കുറേം കൂടിയും ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമായിട്ട് അത് വലുതായി. അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് മൊബൈലിലും വെബ് ത്രൂവും ഒക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഫോട്ടോഗ്രാഫ്സ് ആയിട്ടും റെക്കോർഡിങ്സ് ആയിട്ടും ഒക്കെ അതും GPS ടാഗ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ പ്ലസ് ടാക്സോണമി ടാക്സോണമി ഡാറ്റാബേസിന്റെ ഒരു ബാക്കപ്പോട് കൂടിയിട്ട് ഒരു സോഷ്യൽ മീഡിയ ബിഹേവിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയാം. അപ്പോൾ അതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 2 രീതിയിലാണ് നമുക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമുക്ക് അതിൻ്റെ മൊബൈൽ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് ഐസ്റ്റോറിലും എന്താ പറയുക, ഐഫോൺ ഉപയോഗിക്കുന്നവരുടെ അതിലും പ്ലസ് പ്ലേ സ്റ്റോറിലും ഐനാച്ചുറലിസ്റ്റ് ആപ്പ് അത് ഫ്രീ ആയിട്ട് തന്നെ iOS-ലും ആൻഡ്രോയിഡിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ inaturalist.org പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നമുക്ക് അതിലൊരു അക്കൗണ്ട് എടുത്തുകൊണ്ട് അതിലും ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ തന്നെയാണ്. ഐനാച്ചുറലിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, ഒരു ഫോട്ടോ എടുക്കുന്നു, അത് നമ്മൾ അതിൻ്റെ ബേസിക് വിവരങ്ങൾ കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ റീസെന്റ് ഇതായിട്ട് അതിൽ കമ്പ്യൂട്ടർ വിഷൻ, അതായത് നമ്മുടെ ഗൂഗിൾ ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യ നമ്മൾ ഐനാച്ചുറലിസ്റ്റിൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഒരുപക്ഷെ ഗൂഗിൾ ലെൻസിനേക്കാളും വളരെ പവർഫുൾ ആണ്. കാരണം ഗൂഗിൾ ലെൻസ് ഒരിക്കലും ലൊക്കേഷൻ ഡാറ്റ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കുന്നില്ല ആ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഐനാച്ചുറലിസ്റ്റിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ജിയോ ഡാറ്റയുടെ ഒരു ബാക്കപ്പ് ഉള്ളത് കൊണ്ട് പ്രോബബിലിറ്റി കൂടുതൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഒരു സാധ്യത ഐനാച്ചുറലിസ്റ്റിന്റെ ഒരു കമ്പ്യൂട്ടർ വിഷന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ ഏതാണെന്നുള്ളത് ഈ ഐനാച്ചുറലിസ്റ്റിന്റെ കമ്പ്യൂട്ടർ വിഷനിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സജഷൻ, നിലവിലുള്ള അവർ ലേൺ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ വെച്ചിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ തരാൻ അത് ശ്രമിക്കും. പക്ഷെ അത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അത് ഓരോ ടാക്സോ അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫാമിലി ലെവലിലേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ട് ഇത്തരം സംഗതികൾ പലപ്പോഴും വളരെ എഫക്റ്റീവ് ആണ്. അപ്പോൾ ബേസിക്കായിട്ട് വേണ്ടത് നമുക്ക് അതിൻ്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എവിഡൻസ് ഉള്ള ഒബ്സർവേഷൻ മാത്രമായിരിക്കും അത് റിസർച്ച് ഗ്രേഡ് ഡാറ്റയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതുകൂടാതെ അതിൻ്റെ ബേസിക് അത് ഏത് ടാക്സയിലാണ് വരുന്നത് എന്നുള്ളത് ഏറ്റവും മിനിമം അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്കറിയുന്ന അതൊരു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാന്റ്സ് നോക്കുന്ന ആളുകളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് എത്താൻ അത് സഹായിക്കും. അതുകൂടാതെ അതിൻ്റെ ലൊക്കേഷൻ ഡാറ്റ, ലൊക്കേഷൻ ഡാറ്റയിൽ തന്നെ നമുക്ക് അതിൻ്റെ ആക്യുറസി, പ്രൈവസി ഒക്കെ നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ ഡേറ്റ് സ്റ്റാമ്പും അതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത്രയും മിനിമം 3-4 ഫീൽഡുകൾ ഡിഫോൾട്ടായിട്ട് അത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആ ടാക്സ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ അതിൽ കൂടുതൽ ഡിസ്കഷൻസ് നടത്തി നമുക്കത് ഒരു സ്പീഷ്യസ് ആണ് എന്നുള്ള ഒരു ഇന്ന സ്പീഷ്യസ് ആണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോകാനും അതൊരു 2-3 ആളുകൾ 2/3 ആളുകൾ അതിനെ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് റിസർച്ച് ഗ്രേഡ് ഡാറ്റയായിട്ട്, അത് ക്വാളിറ്റി ഡാറ്റയായിട്ട് നാച്ചുറലിസ്റ്റിന്റെ ഡാറ്റാബേസിൽ അത് സേവ് ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് പ്ലേ സ്റ്റോറിലുള്ള ഒരു മൊബൈൽ ആപ്പ് ഇന്റർഫേസിലുള്ള ഒരു സംഭവമാണ്. ജസ്റ്റ് ഗൂഗിളിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു അതൊരു ലൈവായിട്ട് ഒരു ഇത് സ്ക്രീൻ ചെയ്ത് കാണിക്കാൻ തോന്നുന്നു. ലോഗിൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് സാധാരണ ഏതൊരു സോഷ്യൽ മീഡിയയിലും അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് ഒരു യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിളോ ഫേസ്ബുക്കോ ഉപയോഗിച്ച് ഓതൻറ്റിഫിക്കേഷൻ കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടാക്കാം. നമുക്ക് പറഞ്ഞത് ചെയ്തു നോക്കാം. ഓക്കെ, ഇതതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഫോട്ടോ എവിടെ വേണം, അതിൽ ഒന്നിലധികം ഫോട്ടോസ് നമുക്ക്, ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ കൊണ്ട് മാത്രം ചിലപ്പോൾ മതിയാവില്ല. അപ്പം നമുക്കതിൽ ഒന്നിലധികം ഫോട്ടോസ്, പല ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ലൈവായിട്ട് ഒരെണ്ണം ചെയ്ത് കാണിക്കാൻ തോന്നുന്നു. ഇപ്പോൾ വേണ്ടത് വെബ്സൈറ്റ് വഴി ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശ്രമിക്കാം. ഞാനിപ്പോൾ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ അതിൽ ഇമെയിലും നമുക്ക് വേണ്ട യൂസർ നെയിമും നമ്മൾ ഉപയോഗിക്കേണ്ട പാസ്വേഡും അടിച്ച് നമ്മളത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് എടുക്കാം. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതൊരു ലളിതമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് അതിനുള്ളത്. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ ലോഗിൻ വെച്ച് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ അത് ലോഗിൻ ആവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എങ്ങനെയാണൊരു ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടാണ് അതിൻ്റെ ഒരു അപ്ലോഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഫീൽഡ് വാക്കൊക്കെ നന്നായി നടത്തുന്ന ആളാണെങ്കിൽ ഒരു ഫീൽഡ് വാക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തായാലും ഒരു 100-200 ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്രയധികം ഒബ്സർവേഷൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാനും ഒരേ ഓർഗാനിസത്തിൻ്റെ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആണെങ്കിൽ അത് മെർജ് ചെയ്തുകൊണ്ട് ഒരു ഒബ്സർവേഷൻ ആക്കി മാറ്റാനും ഒക്കെ
സാധിക്കും. ആഡ് ഒബ്സർവേഷനിൽ പോയിട്ട് ഫോട്ടോ എന്നുള്ളതിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ സ്പീഷ്യസ് പേര് അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഷാഗ്, അത് ഇന്ത്യൻ ഷാഗ് തന്നെയാണ്. അതിൻ്റെ കമ്പ്യൂട്ടർ വിഷൻ വെച്ചിട്ട് അത് ഇന്ത്യൻ ഷാഗ് എന്നാണ് അത് വന്നു. അതിൻ്റെ ഡേറ്റ് ഡാറ്റ ഇല്ല. ആക്ച്വലി അതിൻ്റെ മെറ്റാ ഡാറ്റ പോയതുകൊണ്ടാണ്. സാധാരണ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുമ്പോൾ അതിൻ്റെ ഡേറ്റ് സ്റ്റാമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ചില സമയത്ത് അതിൻ്റെ GPS ലൊക്കേഷൻ, GPS ഉള്ള ക്യാമറയാണെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സിൽ GPS ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഡാറ്റ കൂടി അതിൽ വരും. അത് വന്നിട്ടില്ല എന്ന് വെച്ചാൽ നമുക്കത് മാനുവലായിട്ട് ഓക്കെ ഏപ്രിൽ 24 ലൊക്കേഷൻ എന്നുള്ളത്, ഇപ്പം എനിക്ക് അറിയുന്ന ഒരു സ്ഥലം പുഴയ്ക്കൽ കോൾ എന്നുള്ളത് പുഴയ്ക്കൽ പാടം എന്നുള്ളത് സെർച്ച് ചെയ്യുന്നു. അപ്പം ഞാൻ ഏതാണ്ടൊരു എക്സാക്ട് ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ സൈസുള്ള ഒരു സർക്കിളായിട്ടും ഈ ഒരു പ്രദേശത്തു നിന്നാണ് ഈ ലൊക്കേഷൻ കിട്ടിയത് എന്നുള്ളത് ആഡ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ജിയോ പ്രൈവസി, അത് പ്രൈവറ്റ് ലൊക്കേഷൻ ആക്കാം, അല്ലെങ്കിൽ ഒബ്സ്കേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ആക്കാം. ഇപ്പം എൻ്റെ ഈ ഒബ്സർവേഷൻ അത് ഓപ്പൺ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ എന്ന് പറയുന്ന ഇതിൽ കൊടുക്കുന്നു. ഈ ലൊക്കേഷൻ്റെ നോട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അത് പുഴയ്ക്കൽ കോൾ ഏരിയ, ജസ്റ്റ് ലൊക്കേഷൻ നോട്ട് അങ്ങനെ കൊടുക്കുന്നു. അപ്ഡേറ്റ് ഒബ്സർവേഷൻ കൊടുക്കുന്നു. അതിനുശേഷം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ടാഗുകൾ ഉണ്ടെങ്കിൽ ടാഗ് ആഡ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ CNC കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഡേറ്റ് സ്റ്റാമ്പിൽ ഇടുന്ന ഒബ്സർവേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു പ്രൊജക്റ്റിലേക്ക്, കളക്ഷൻ പ്രൊജക്റ്റിലേക്ക് അത് പോകും. സബ്മിറ്റ് ഒബ്സർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്സർവേഷൻ അവിടെ സബ്മിറ്റ് ആവും. അപ്പം ഇത് ഏതാണ്ടൊരു 50-നും 100-നും ഫോട്ടോസൊക്കെ ഒരുമിച്ച് വെബ്സൈറ്റിൽ കൂടെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മാസീവായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വെബ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ ആയിരിക്കും നിങ്ങൾക്ക് സമയലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഐനാച്ചുറലിസ്റ്റിലെ ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളെക്കുറിച്ചുള്ള എബൌട്ട് അസും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രൊഫൈൽ പേജ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പോലെ തന്നെ നിങ്ങൾക്ക് ആളുകളെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ ആളുകൾ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകളെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതിൻ്റെ ഒരു ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, എത്ര ഒബ്സർവേഷൻ കണ്ടു, എത്ര സ്പീഷ്യസ് ഡോക്യുമെന്റ് ചെയ്തു, എത്ര ഐഡന്റിഫിക്കേഷൻ നടത്തി, എത്ര ഫോളോവേഴ്സ്, അങ്ങനെ ഒരു ബേസിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാക്സ, ഇതൊക്കെ കുറച്ച് ഫാൻസി കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ചേർക്കാം, സാധാരണ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പോലെ തന്നെ. അതിന് അടുത്തൊരു ഇതിൽ ഒബ്സർവേഷൻ എന്നുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഒരു ഒബ്സർവേഷന്റെ ഒരു ബേസിക് ഒരു സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് നീഡ് ഐ ഡി കൺഫേംഡ് ആയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ടാഗ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏത് ലൊക്കേഷൻ ആണ് എന്നുള്ളതുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള അത് ഏത് കോണ്ടിനെൻ്റ് ആണ്, ഏത് രാജ്യമാണ്, ഏത് സ്റ്റേറ്റ് ആണ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അടക്കമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇതിൽ നമുക്ക് ഡിസ്കഷൻ, ഇപ്പോൾ ഒരു സ്പീഷ്യസിന്റെ ഒരു സജഷൻ നടത്തി. അപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, ഇത് കോർമറൻറ്റിൽ 2 കോർമറന്റ് ഉണ്ട്. അപ്പോൾ ബാക്കിലിരിക്കുന്നത് ലിറ്റിൽ കോർമറന്റ് ഉണ്ട്. ഓക്കെ, ഫോക്കസ്ഡ് ആയി കിടക്കുന്നത് ഇന്ത്യൻ ഷാഗ് ആണ്. പക്ഷെ എനിക്ക് കോർമറന്റിനെ കുറിച്ചുള്ള അറിവില്ലാത്ത ഒരാളായതുകൊണ്ട്
എനിക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ അതിനെ കോർമറൻസ് ആൻഡ് ഷാഗ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റി ചെയ്യാം അത്. അപ്പം ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊരു കമൻ്റ് ഇടാം, ഇത് ഇന്ത്യൻ ഷാഗ് തന്നെയാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ടാഗ് ചെയ്തുകൊണ്ട് അതിൽ അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഇവിടെ നടത്താം. അതുകൂടാതെ അഡീഷണൽ ആയിട്ടും കുറേ കാര്യങ്ങളുണ്ട്. ഇത് ലൈവ് സ്പെസിമെൻ ആണോ അല്ലെങ്കിൽ ഡെഡ്, ചിലപ്പോൾ നമുക്ക് ആനയുടെയൊക്കെ ആണെങ്കിൽ ആനപ്പിണ്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിളിയുടെ തൂവലൊക്കെ ആയിരിക്കും ചില സ്ഥലത്ത് നമുക്ക് കളക്ഷനായിട്ട് കിട്ടുക. അപ്പോൾ അതും അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡോക്യുമെന്റ് ചെയ്യാറുണ്ട്. സ്കാറ്റ് അതൊക്കെ നമ്മൾ എടുത്ത് നമുക്ക് ഇന്ന സ്പീഷ്യസിൻ്റെ ആണെന്നുള്ളതൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ലൈവ് ആണോ ഡെഡ് ആണോ? ലൈവ് ആണ്. എവിഡൻസ് പ്രസൻസ് ഉണ്ടായിരുന്നോ, അതിൻ്റെ ലൈഫ് സ്റ്റേജ് ഏതാണ്, അഡൾട്ട് ആണ്, അതിൻ്റെ മെയിലാണോ ഫീമെയിൽ ആണോ, അത്തരം വിവരങ്ങളും കൂടി അടക്കം ഇതിൽ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐനാച്ചുറലിസ്റ്റിനെ കുറിച്ച് ഇത്രയാണുള്ളത്. ചേട്ടാ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കൂ. ക്വസ്റ്റ്യൻസ് നോക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ വായിക്കാം. എഡിറ്റഡ് ഫോട്ടോസ് അതിന്റെ മെറ്റാഡാറ്റ പോവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, നമ്മൾ ഫോട്ടോഷോപ്പിലെ ലൈറ്റ് റൂമിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മെറ്റാഡാറ്റ ചിലപ്പോൾ സേവ് ചെയ്യുമ്പോൾ മെറ്റാഡാറ്റ പോവും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പരമാവധി ബേസിക് ആയിട്ടുള്ള ഒരു ക്രോപ്പിങ്ങും എഡിറ്റിങ്ങും മാത്രം ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഒരു ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിൽ. നമ്മൾ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ലൊരു ഫോട്ടോഗ്രാഫി ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഐനാച്ചുറലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയധികം വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോന്റെ ആവശ്യമുണ്ട്. ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ ഈ ഒരു മെറ്റാഡാറ്റ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഒബ്സർവേഷന് മെറ്റാഡാറ്റ ഇല്ല, കാരണം അത് ഞാൻ അതിന്റെ മുകളിൽ മാനിപ്പുലേഷൻസ് നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കും. അപ്പോൾ പരമാവധി ഒരു ബേസിക് ക്രോപ്പിംഗ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു കളർ കറക്ഷൻ, ബ്രൈറ്റ്നസ് കൂട്ടൽ, അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും സിറ്റി നേച്ചർ പോലെ ചലഞ്ച് പോലുള്ള ഒരു സംഭവത്തിൽ നമ്മൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ഒബ്സർവേഷൻസ്, കൂടുതൽ സ്പീഷീസിന്റെ ഒബ്സർവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും മുമ്പിലുള്ള ഒരു ചലഞ്ച് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള വർക്കുകൾ മാത്രം ചെയ്യാനായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ മെറ്റാഡാറ്റ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ജിയോ പ്രൈവസി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ജിയോ പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അതിലാരോ ഇട്ടിട്ടുണ്ട് ജിയോ പ്രൈവസിയുടെ. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പ്രൈവസിയിൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ചില ഓട്ടോമാറ്റിക്കലി ഈ ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ IUCN റെഡ് ലിസ്റ്റിലുള്ള സ്പീഷീസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡാറ്റ അങ്ങനെ ആൾക്കാർക്ക് എളുപ്പം കിട്ടൂല. കാരണം അത് ഒരു വലിയൊരു ഗ്രിഡ്, ഒരു 50 കിലോമീറ്റർ ഗ്രിഡിന്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു വിഷ്വൽ ഡാറ്റ മാത്രമാണ് ഐനാച്ചുറലിസ്റ്റിനുള്ളിൽ നിന്ന് ആളുകൾക്ക് കിട്ടുള്ളൂ. അതേസമയം തന്നെ നമുക്കും അത് ആ പ്രൈവസിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടൂളുകൾ തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു ഓർക്കിഡിന്റെ ഒബ്സർവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു പാർക്കിൽ നല്ലൊരു ഓർക്കിഡ് നിൽക്കുന്നുണ്ട്, പബ്ലിക് സ്പേസ് ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് ചെയ്യുന്നത് അതിൻ്റെ ഒരു കൺസർവേഷൻ പെർസ്പെക്റ്റീവിലാണ്. പലപ്പോഴും ഇത്തരത്തിൽ സംഭവിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇത്തരം കളക്ട് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരും ഇത്തരം ഡാറ്റകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ജിയോ പ്രൈവസി ടൂളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എക്സാക്ട് ലൊക്കേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു വലിയൊരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അത് തന്നെ നമുക്ക് പല രീതിയിലും പ്രൈവറ്റ് വേണമെങ്കിൽ പ്രൈവറ്റ് അടക്കം ആക്കി വെക്കാവുന്ന ഓപ്ഷൻസ് അതിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൂളുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
അതേസമയം ഒരു സ്ഥലത്തൊരു ഹെറോണറി ഒരു മരം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും അങ്ങനെ ഒരു റയർ ആയിട്ടുള്ള ഒരു മരം ഒരു ടൗണിൽ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിവുണ്ടാവില്ല, അവിടുത്തെ ജനങ്ങൾക്ക് അറിവുണ്ടാവില്ല. അപ്പോ അത് അങ്ങനെ അറിയാതെ എത്രയോ മരങ്ങൾ ഇതുവരെ നമുക്ക് നശിച്ചു പോയിട്ടുണ്ടാവും, വെട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അവെയർ ആവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇത്തരം പ്രത്യേകിച്ച് ഓർക്കിഡിലൊക്കെയാണ് ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗതികൾ ഒബ്സർവ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും അവർക്ക് ഇതാക്കാൻ പറ്റും. പക്ഷെ ഇത്തരം കളക്ട് ചെയ്യുന്ന സംഗതികൾ, പ്രത്യേകിച്ചും പെറ്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സംഘങ്ങളിലുള്ള സംഗതികൾ, അത്തരം ഡാറ്റ ചെയ്യുമ്പോൾ നമ്മൾ ഈ ജിയോ പ്രൈവസി ടൂള് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ചാറ്റിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത മൊബൈലിൽ ജിയോ പ്രൈവസി സെറ്റിംഗ്സ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. മൊബൈലിൽ ജിയോ പ്രൈവസി സെറ്റിംഗ്സ് ഒന്നും ഉണ്ടാവില്ല. മൊബൈല് അതിലൊരു 2 മോഡൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് ആക്യുറേറ്റ് മോഡും മറ്റേത് കുറച്ചും കൂടിയും ഇതായിട്ടുള്ള മോഡും. അപ്പോൾ അതിലങ്ങനെ പ്രൈവസി സെറ്റിംഗ്സ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അത് എല്ലാവരും ഉപയോഗിക്കുന്ന തന്നെയായിരിക്കും. ഗൂഗിൾ മാപ്പൊക്കെ നാവിഗേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അതേ സംഗതി തന്നെയാണ് ഇതിലും ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളതിന്റെ അക്യുറസി കുറക്കാന്നുള്ളതല്ലേ പ്രൈവറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ? ആക്യുറസി കുറയ്ക്കാം, അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കാം. പ്രൈവറ്റ് ആക്കുമ്പോൾ അത് അവർക്ക് വേറൊരാൾക്ക് അത് കാണാൻ പറ്റില്ല എവിടെയാണെന്നുള്ളത്. നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷന്റെ പേര് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക അത്. പിന്നെ അർബൻ ഏരിയാസ് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത് ചോദിക്കുന്നത്? റൂറൽ ഏരിയസ് വേണ്ടേ? ഓക്കെ, നമുക്ക് ഡിസ്ട്രിക്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ തവണ CNCയിൽ നമ്മൾ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അർബൻ ഏരിയ മാത്രമല്ല റൂറൽ ഏരിയയും നമുക്ക് കവർ ചെയ്യാം. നമ്മളെന്തായാലും പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ലാതെ ടൂറിസം ഏരിയയിലൊക്കെ പോയി നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാത്ത ഏരിയയിൽ നമ്മൾ അവരുടെ ആരാണോ അതിൻ്റെ ഓണേഴ്സ് അതിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും റയർ സ്പീഷ്യസിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി തലയിടണ്ട. നമുക്ക് കുറച്ചും കൂടിയും കംഫർട്ടായിട്ടും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കും ഇടപെടാൻ പറ്റുന്ന ഒരു സംഗതി ഒരു അർബൻ സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. റൂറൽ സ്പേസിൽ പോയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു റൂറൽ സ്പേസിലാണ് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളതും ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇനി എല്ലാ വർഷത്തിലും ഇത്തരം ക്യാമ്പയിനുകൾ വരും. അപ്പം അത് ലോങ് ടൈമിൽ നിങ്ങളുടെ ചുറ്റും ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, പുതിയ സ്പീഷ്യസിന്റെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരു ബേസ് ലൈൻ ഇൻഫോർമേഷൻ ആയിട്ടത് മാറും. ഓക്കെ, ആക്യുറേറ്റ് മോഡ് ഉണ്ട്. അതിൽ 2 തരത്തിലുള്ള മോഡ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഓരോ മൊബൈലിന്റെ സെറ്റിംഗ്സ് അനുസരിച്ചാണ് GPS-ന്റെ ആ ഒരു സംഗതി കണ്ടിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കേട്ടോ. മൊബൈലില് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കേണ്ടതുണ്ടോ? ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. മൊബൈൽ ഇന്റർഫേസിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും തോന്നുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കുറച്ച് ഒബ്സർവേഷൻ ഉള്ളത് വെച്ചാൽ മൊബൈൽ ഇന്റർഫേസ് ആയിരിക്കും കുറച്ച് എളുപ്പം. പക്ഷെ നിങ്ങൾ കൂടുതൽ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വെബ് ഇന്റർഫേസ് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും. അത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. നോക്കട്ടെ, ഞാനപ്പോൾ ഇത് സ്ക്രീൻ ഷെയർ ക്ലോസ് ചെയ്യാം. How to submit
പാർട്ട് ഓഫ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. രണ്ടും കൂടി എനിക്ക്. അതായത് നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ ഇരിക്കുന്നത്. ആ, ഒന്നും കൂടി വിശദീകരിക്കാമോ? സാധാരണ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഈ CNC ഇവന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്നെങ്ങനെയാണ് വിളിക്കുന്ന? ഓക്കെ, CNC ഇവന്റിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ 26 മുതൽ 29 വരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഒബ്സർവേഷൻസും CNC ഇവന്റിന്റെ ഭാഗമായിട്ട് തന്നെ കൗണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എല്ലാ ജില്ലയ്ക്കും പ്രൊജക്ടുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് CNC കേരള ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ആ പ്രൊജക്ടുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒബ്സർവേഷൻസ് കൗണ്ട് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, പക്ഷെ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, പക്ഷെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. ഞാൻ ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ iNaturalist ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഡിഫോൾട്ടായിട്ട് ലോഗിൻ ആയി കിടക്കുന്നുണ്ട്. സെറ്റിംഗ്സ്, ലോഗൗട്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അതിൽ ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് സൈഡിലുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൽ ലോഗിനും സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സൈനപ്പ് ചെയ്യണമെങ്കിൽ പുതിയ ഒരു യൂസറായിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും യൂസർ നെയിമും ബാക്കി അതിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനും കൺസെൻറ്റും ഒക്കെ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ സൈനപ്പ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജിമെയിൽ വെച്ചിട്ട് നിങ്ങൾക്കത് സൈൻ ഇൻ ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആക്സസ്, ഈ ഒരു ആപ്പിന് ലൊക്കേഷൻ ആക്സസ് കൊടുക്കാൻ പറയും. അപ്പോൾ ഓൺലി ദിസ് ടൈം ഫോട്ടോയ്ക്കും ലൊക്കേഷനുള്ള ആക്സസ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ടേക്ക് ഫോട്ടോ എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ഇലഞ്ഞിയുടെ ഫോട്ടോ ആണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുന്നു. ഇലഞ്ഞി ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ GPS ഓൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അതിൻ്റെ ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വിസിബിലിറ്റി ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് ഈ തവണ എന്ത് ചെയ്തു, ഒബ്സ്കേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അത് ക്യാപിറ്റീവ് ആണോ കൾട്ടിവേറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു പബ്ലിക് സ്പേസിലുള്ള ഒരു മരമാണ്. അപ്പം ഞാനതിപ്പോൾ അതിലൊന്നും കൊടുക്കുന്നില്ല. പലപ്പോഴും ഗാർഡൻ പ്ലാന്റ്സ് ആണെങ്കിൽ അത് ക്യാപിറ്റീവ് എന്നുള്ള രീതിയിലായിരിക്കും ടാഗ് ചെയ്യപ്പെടുക. അല്ലെങ്കിൽ പെറ്റായിട്ടുള്ള അനിമൽസിലേക്കാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊജക്റ്റിൽ ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കൗണ്ട് ആയിക്കോളും. അതുകൊണ്ട് അത് വേണ്ടി വരില്ല. അതിനുശേഷം അത് ടിക്ക് ഞെക്കുന്നു. അപ്പോൾ അത് പ്രിപ്പയറിങ് അപ്ലോഡ്. ചില സമയത്ത് ഈ സിങ്ക്രണൈസേഷൻ നെറ്റിന് സ്പീഡ് കുറവാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് നടക്കുന്നുണ്ടാവുക. പക്ഷെ അത് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അത് അപ്ലോഡ് ആവും. ഓക്കെ, ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ സ്പീഷ്യസ് ഏതാണെന്നുള്ളത് ആഡ് ചെയ്തിട്ടുന്നില്ല. കാരണം അത് ഇലഞ്ഞിയാണ്. അപ്പോൾ
എനിക്ക് പക്ഷേ ഇലഞ്ഞിയുടെ ശാസ്ത്രനാമം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ആളുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഇലഞ്ഞി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കമൻ്റ് ആയിട്ട്. അപ്പോൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ശാസ്ത്രനാമം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോമൺ നെയിം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സജഷൻ ID എന്നുള്ളതിൽ പോയി നമുക്ക് നോക്കാം ഇതിൽ ഡിഫോൾട്ടായിട്ട് അവരെന്തെങ്കിലും സജഷൻ തരുന്നുണ്ടോ എന്നുള്ളത്. റെഡ് മിൽക്കി വുഡ് എന്നാണ് പറയുന്നത്. യെല്ലോ ഓക്കെ. എനിക്ക് പ്ലാന്റ്സിനെ കുറിച്ച് അധികം ഐഡിയ ഇല്ല. അപ്പോൾ പ്ലാന്റ്സിന് ഐഡിയ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഏതാണ്? ബുള്ളറ്റ് വുഡ് ഇംഗ്ലീഷ് കോമൺ. ബുള്ളറ്റ് വുഡ്. ബുള്ളറ്റ് വുഡ് ഒരു ആൻഡമാൻ ബുള്ളറ്റ് വുഡ് മാത്രമേ ഉള്ളൂ. ബുള്ളറ്റ് വുഡ് ഇല്ല. ആക്ച്വലി കോമൺ നെയിംസിനേക്കാളും നമ്മൾ സയന്റിഫിക് നെയിം പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മിക്കവാറും ഉള്ള കോമൺ നെയിംസ് ചിലപ്പം അതിനാ ഡേറ്റാബേസിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നമ്മള് സയന്റിഫിക് നെയിം ആയിരിക്കും പ്രിഫറബിൾ. ഓക്കെ, ഇലഞ്ഞി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷെ അതിന്റെ സ്പെല്ലിങ് വേറെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് അത് കണ്ടെത്താന്നുള്ളത് ഒരു പസിലാണ്. അപ്പൊ അത് എന്താ പറയാ, അത് എല്ലാവരും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതില്. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് അപ്ലോഡ് ആയി കഴിഞ്ഞാല് ആർക്ക് വേണമെങ്കിലും ഇതില് ഇടപെട്ടുകൊണ്ട് ഇതില് ID സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ കമന്റും ഡിസ്കഷനും ഒക്കെ നമുക്ക് നടത്താം. പ്രാഥമികമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരം ഫീൽഡിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് ഓൺലൈനിൽ അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ സാർ, പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാവോ? പറഞ്ഞോളൂ എന്തായാലും. അല്ല, നമ്മളിപ്പോ ഇതേ കണക്ക് പ്ലാൻസ് അല്ലെങ്കിൽ എന്ത് ഓർഗാനിസ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ ബേസിക് ID കൊടുക്കുന്നത് ശരിയാണ്. ഇതിൽ നമുക്ക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതെ, ഞാനത് വിട്ടുപോയതാണ്. ഇപ്പൊ ഇതെനിക്ക് പ്ലാന്റ് ആണെന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ പ്ലാന്റ് എന്ന് പറയുന്ന ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാന്റ്സ് നോക്കുന്ന ആളുകളിലേക്ക് അത് പെട്ടെന്ന് ആ ഒബ്സർവേഷൻസ് എത്തും. ഓക്കെ, അപ്പോൾ അത് നോക്കുന്ന ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് അത് ഇന്ന സ്പീഷ്യസ് ആണെന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതും ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കുറേയധികം ഒബ്സർവേഷൻസ് ഇട്ട് പോകുമ്പോൾ പരമാവധി അതിൻ്റെ ഒരു ബേസിക് ID, കറക്റ്റ് ID കിട്ടിയില്ലെങ്കിലും അത് ഫംഗയാണോ അല്ലെങ്കിൽ ആൽഗയാണോ അല്ലെങ്കിൽ ബേർഡാണോ ബട്ടർഫ്ലൈ ആണോ, അത് ബട്ടർഫ്ലൈ ആണോ മോത്താണോ എന്ന് പോലെ അറിയുന്നെങ്കിൽ അതിൻ്റെ ഇൻസെക്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെങ്കിലും നമ്മൾ കൊടുക്കാൻ നോക്കണം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് ജോലി ചെയ്യുന്നവർക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സോണമി ഐഡന്റിഫിക്കേഷനിലൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൂമ്പാറ്റയിൽ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന പൂമ്പാറ്റകളുടെ ഇത്തരം ഒബ്സർവേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് ചലഞ്ച് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്കതിൽ അത് നമ്മൾ എത്ര ഉപയോഗിച്ച് നോക്കുന്നോ അത്രയും നമ്മുടെ സ്കില്ല് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിത് നല്ല രീതിയിൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഇതിലാരോ കമന്റ് വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഓക്കെ, അതിൽ ലക്ഷ്മി അശോക് കുമാർ കൃത്യമായിട്ടുള്ള അതിൻ്റെ ടാഗ് ഇട്ടിട്ടുണ്ട്. ഞാനതിനെ എഗ്രി ചെയ്യണം, അത് കറക്റ്റാണ്. അപ്പം അത് 3-ൽ 2 പേര് അതായി കഴിഞ്ഞാൽ ഇത് റിസർച്ച് ഗ്രേഡ് ഡാറ്റ ആയിട്ട് അത് മാറും. ഓക്കെ, സമയങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ആപ്പിൽ നമ്മൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഏതെങ്കിലും ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുള്ള രീതിയിൽ? ആപ്പിൽ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ എന്തൊക്കെയാണ് കാണുന്നതെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അതുകൂടാതെ കുറേയധികം പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാം.
അതുകൂടാതെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാം. നിങ്ങളുടെ ഫോളോവേഴ്സിന്റെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ഒക്കെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ എൻ്റെ അലൻ അലക്സ് സജസ്റ്റ് ചെയ്തു, ലക്ഷ്മി സജസ്റ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ ആക്ടിവിറ്റീസിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, എൻ്റെ ഒബ്സർവേഷൻസിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അവരെന്തൊക്കെ തരത്തിലുള്ള ഒബ്സർവേഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് ഒഴിവു സമയങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, പ്രത്യേകിച്ചും പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഐനാച്ചുറലിസ്റ്റ് ഏതാണ്ട് ഒരു 2017 തുടങ്ങിയിട്ടാണ് ഐനാറ്റ് കേരള എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കുറേം കൂടി ശക്തമായിട്ട്. 2012 ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനു മുന്നേയും ജോയിൻ ചെയ്ത കുറേയധികം ആൾക്കാരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു 2015 ശേഷമാണ് ഒരു കുറേയധികം ആളുകൾ അതിൽ ഇൻവോൾവ് ചെയ്യുകയും പ്രത്യേകിച്ചും കോവിഡിന്റെ സമയം തുടങ്ങിയിട്ടാണ് ഐനാറ്റിൽ കേരളത്തിന്റെ ഒരു സംഭാവന വളരെയധികം. കാരണം കോവിഡിന്റെ സമയത്ത് വന്ന കുറേയധികം ബാക്ക് യാർഡ് ബയോബ്ലിറ്റ്സുകളും അങ്ങനെയുള്ള കുറേയധികം ആക്ടിവിറ്റീസും നാഷണൽ മൗത്ത് വീക്ക് പോലെയുള്ള ക്യാമ്പയിനുകളാണ് നമുക്ക് കുറേയധികം കോൺട്രിബ്യൂട്ടേഴ്സ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസും ഏറ്റവും കൂടുതൽ വോളണ്ടിയേഴ്സും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഐനാറ്റ് കേരള. അപ്പോൾ ഈ CNC പോലെയുള്ള ക്യാമ്പയിനുകളും നമ്മളെ അടുത്ത ഒരു തലത്തിലേക്ക് ഇത്തരം സംഗതികൾ എത്തിക്കുന്നതിൽ സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു 4 ദിവസത്തിൽ നിങ്ങളുടെ ഒരു മാക്സിമം എഫേർട്ട് ഇതിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ഏതൊരു ചെറിയൊരു സമയമാണെങ്കിലും വീട്ടിൽ വരുന്ന ഒരു മോത്താണ് ആയിക്കോട്ടെ, രാത്രി വരുന്നൊരു മോത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉറുമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയാണോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്, അപ്പം അതൊന്ന് ഫോട്ടോ എടുക്കാനും അത് ID ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു അറിവായിരിക്കും. അതുകൂടാതെ തന്നെ അത് പബ്ലിക് ഡാറ്റ ആയിരിക്കും. ഇവിടെ ഇത്തരം ജീവജാലങ്ങൾ ഉണ്ട് എന്നുള്ളത് അതൊരു പബ്ലിക്കലി അടയാളപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം കൂടിയായിരിക്കും അത്. ഓക്കെ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ടോ? അതുകൂടാതെ ഇപ്പോൾ കുറേയധികം സംഘടനകൾ കൂടി ഇപ്പം നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ കുറേയധികം ഓഫ്ലൈൻ ഇവൻറ്റുകൾ ഓരോ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പരിസരത്താണ് ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി CNC കേരള ഗ്രൂപ്പിൽ അത്തരം അപ്ഡേറ്റുകൾ നമ്മൾ കൊടുക്കണം. എല്ലാവരും അത് ശ്രദ്ധിക്കണം, അങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പരമാവധി ആളുകൾ അവിടെ ഒത്തുകൂടുകയും അത്തരം ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഒരേ ഒബ്സർവേഷൻ തന്നെയാണ് രണ്ടുപേരും ഇടുന്നതെന്ന് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരുമൊന്നും പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐട്രേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരമാവധി ആളുകൾ ഇതിലൊരു ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി സ്പീഷ്യസുകൾ, പരമാവധി ഒബ്സർവേഷൻസ് കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും CNC ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ വാട്സാപ്പ് ലിങ്ക് ആരെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അത് CNC ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ അണ്ടറിലാണ് അത് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഭാഷയിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് അവിടെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി നമുക്ക് അതിനുള്ളൊരു മറുപടി നമുക്ക് കണ്ടെത്തി തരാൻ ശ്രമിക്കാം. അതുകൂടാതെ ID റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും ഒരു പരിധിവരെ അതിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. മനോജ്, ഒരു സംശയം ചോദിക്കട്ടെ. പിന്നെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഈ റിസർച്ച് ഗ്രേഡ് ആകുന്നത് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്? ആ ഫോട്ടോയുടെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടാണോ? എന്താണ് സംഭവം? അല്ല, റിസർച്ച് ഗ്രേഡ് ആവുന്നത്
2/3 ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ആ ഡിസ്കഷനിൽ പങ്കെടുത്ത 3 ആളുണ്ടെങ്കിൽ അതിൽ 2 ആൾ സപ്പോർട്ട് ചെയ്താലാണ് അത് റിസർച്ച് ഗ്രേഡ് ഡാറ്റ ആവുള്ളൂ. അപ്പൊ ചിലപ്പോൾ സംഭവിക്കാം, ഐഡിയ ഒക്കെ തെറ്റായിട്ട് കുറെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചർച്ചകൾ കൊണ്ടുവന്ന് ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണുകയാണെങ്കിൽ, ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന സംഗതികളൊക്കെ ഐഡിയ ഒക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ചിലതൊക്കെ ഭയങ്കര തർക്കത്തിലേക്കൊക്കെ പോവും. അപ്പൊ തർക്കത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ തൊട്ട് മുകളിലത്തെ ടാക്സയിൽ വെച്ചിട്ട് നമ്മൾ അത് തർക്കമാണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ എല്ലാത്തിനും ഐഡിയ കണ്ടുപിടിക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ മിസ്റ്റേക്ക് ഉള്ള സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് കമ്മ്യൂണിറ്റി ചാനലുകളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇത്തരം ക്യൂറേറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഫിറോസ് ഉണ്ട്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ, ഇവർക്കൊക്കെ പുതിയ സ്പീഷ്യസുകൾ ഐനാച്ചുറലിസ്റ്റിനകത്ത് ഉണ്ടാക്കാനും അത് മോഡിഫൈ ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലടക്കം നമുക്ക് പുതിയ സ്പീഷ്യസുകളൊക്കെ നമ്മൾ കുറെ അതിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. കാരണം ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷ്യസുകളൊക്കെ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന സ്പീഷ്യസുകളൊക്കെ ഐനാറ്റിലും അതിൻ്റെ ഒരു ഒബ്സർവേഷൻ വരാറുണ്ട്. അപ്പോൾ ടാക്സോണമി നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരം ഇൻഫോർമേഷൻ അടക്കം നമുക്ക് കൊണ്ടുവരാം. അതുകൂടാതെ തെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ തെറ്റുകൾ അത് അതിൽ ആ ഡിസ്കഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ആ ഡിസ്കഷനിൽ നടത്തിയിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് നമ്മൾ കമ്മ്യൂണിറ്റി ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പലപ്പോഴും ഈ 2/3 എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വമാണ്. അപ്പോൾ അത് മറികടക്കാനുള്ള കമ്മ്യൂണിറ്റി അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. ഓക്കെ. ഈ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യമുണ്ട്, ഇതില് ഓഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ? ഓഡിയോ അപ്ലോഡ് ചെയ്യാം, അതിൽ MP3 ആയിട്ടോ വേവ് ആയിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. വളരെ കുറച്ച് ഒബ്സർവേഷൻസ് ഉള്ളൂ. ഐഡന്റിഫിക്കേഷൻ ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഓഡിയോ ട്രാക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ സ്വയം ID ഇടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. കോംപ്ലിക്കേറ്റഡ് ID ഒക്കെ ആണെങ്കിൽ, സ്പീഷ്യസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ഐഡിയ ഇല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലത് eBird പ്ലാറ്റ്ഫോമുകളിൽ ചെല്ലായിരിക്കും. ഇപ്പോൾ ഓഡിയോന് വേണ്ടി മാത്രം നമുക്ക് കിളിപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേയധികം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ അതിൽ ഡിസ്കഷൻ വരാറുണ്ട്. അപ്പോൾ ഓഡിയോയിൽ നിങ്ങൾക്ക് അത്തരം താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അതിനായിട്ടെല്ലാം ഡോക്യുമെന്റ് ചെയ്യാം. പക്ഷെ ID കിട്ടൽ എപ്പോഴും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം കോമൺ ആയിട്ടുള്ള ടാക്സുകൾ, പ്രത്യേകിച്ചും ഫിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ID കിട്ടാനുള്ള പ്രയാസമായിരിക്കും. കാരണം നമുക്ക് അത്രയും എക്സ്പേർട്ടുകൾ കുറവാണ് അതിനാറ്റിൻ്റെ അകത്ത്. പക്ഷെ ഇൻസെക്റ്റും ബേർഡ്സ് ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ID കിട്ടും. പ്ലാന്റ്സ്, ഫിഷ് ഇതൊക്കെ വളരെ സ്ലോ ആയിട്ടേ ID കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ കിട്ടാത്തൊരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് ഇപ്പം കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും പറയാനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മളങ്ങനെ ഒരു ഇതുപോലെയല്ല, നമുക്ക് എല്ലാവർക്കും അതിൽ ഇടപെടാവുന്ന ഒരു സംഗതിൻ്റെ. ഇപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ CNC ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് അതിനുശേഷം ഇപ്പോൾ 8 മണിക്കൊരു വേറൊരു സെഷൻ ഉണ്ട്. എന്നാലൊരു 10 മിനിറ്റൊക്കെങ്കിലും നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹലോ സാർ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. സാർ ഇപ്പം ഒരു ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു ബട്ടർഫ്ലൈ വാക്കോ ഫ്രോഗ് വാക്കോ എല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റഡ് ഫോട്ടോസേ കിട്ടും. ബാക്കിയൊക്കെ കോളും പിന്നെ ജസ്റ്റ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് കമന്റിൽ ആ ഫ്രോഗ് അവിടെ ഉണ്ടായിരുന്നു, ആ ബട്ടർഫ്ലൈ അവിടെ കണ്ടായിരുന്നു എന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂലേ? അതൊരു പരിമിതിയാണ് ഐനാച്ചുറലിസ്റ്റിന്റെ. അപ്പോൾ ഐനാച്ചുറലിസ്റ്റ് അതിലൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. eBirdലൊക്കെ നമുക്ക് ചെക്ക് ലിസ്റ്റ് സ്വഭാവത്തിൽ ചെയ്യാൻ പറ്റും.
നമ്മൾ ആ ഒരു സ്പീഷ്യസിന്റെ ഫോട്ടോ നമ്മുടെ അടുത്തില്ലെങ്കിലും നമുക്ക് അതിന്റെ സ്പീഷ്യസിന്റെ പ്രസൻസും അതിന്റെ കൗണ്ടും ഒക്കെ അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനാച്ചിൽ അങ്ങനെ ഒരു ഒരു മെക്കാനിസം അല്ല, അവിടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടൊരു മെക്കാനിസം ആണ്. അപ്പോൾ നമുക്കവിടെ എഴുതിയിടാം, പക്ഷെ അതൊരു റിസർച്ച് ഗ്രേഡ് ഡാറ്റ ആവില്ല, ഒരു വെറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട് മാറില്ല അത്. അപ്പോൾ അതൊരു പരിമിതിയാണ്. അത് ഏറ്റവും നല്ലത് നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾക്ക്. പേഴ്സണൽ ആയിട്ടുള്ള ഡയറികളോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റുകളോ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കത് ഭാവിയിൽ എപ്പോഴെങ്കിലും അതൊക്കെ ക്വാളിറ്റി ഡാറ്റ ആയിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിന് എന്തായാലും കുറച്ച് സമയം എടുക്കുമായിരിക്കും. എനിക്ക് ഇപ്പോൾ പേഴ്സണലി എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണമെങ്കിൽ. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുകൾ നിലവിൽ അവൈലബിൾ അല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് അതിലുള്ളൊരു കാര്യം. അപ്പോൾ അതിനാറ്റിൽ നമുക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യാം, പക്ഷെ അതൊരിക്കലും റിസർച്ച് ഗ്രേഡ് ഡാറ്റയായി മാറില്ല. ഓക്കെ സാർ, അറ്റ്ലീസ്റ്റ് നമുക്ക് കമന്റ് ആയിട്ട് ആഡ് ചെയ്യാമല്ലോ. നമുക്ക് പിന്നീട് എന്തെങ്കിലും ഇൻഫർമേഷൻ നോക്കുന്നതിന് വേണ്ടിയിട്ട് കമന്റ് ആയിട്ടോ നോട്ടായിട്ടോ ഇത്തരം ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടൊക്കെ ചില ആളുകളൊക്കെ നല്ല ഡീറ്റെയിൽഡ് നോട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര വായിക്കാനൊക്കെ നല്ല രസമാണ്. അതിനൊക്കെ കുറേയധികം ഇത്തരം ഫോളോവേഴ്സ് ഉണ്ട് താനും അത്തരം പ്രൊഫൈലുകൾക്കൊക്കെ. അവരെഴുതുന്ന ഇത്തരം നോട്ടുകൾ വായിക്കാനും അല്ലെങ്കിൽ അവരെഴുതുന്ന അത്തരം കമന്റുകൾ വായിക്കാനും തന്നെ. അപ്പോൾ നിങ്ങൾക്കും അത്തരം കാര്യങ്ങളൊക്കെ ക്രിയാത്മകമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഭാവിയിൽ അത് ഉപകരിക്കും അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ സർ, താങ്ക് യു. അതേപോലെ ഐനാച്ചുറൽ സെർച്ച് ഓപ്ഷനിൽ മലയാളം പേരുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മലയാളം പേരുകൾ സപ്പോർട്ട് കുറവായിരിക്കും. നമ്മൾ കുറേയൊക്കെ ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ബേർഡ്സും അങ്ങനത്തെ കുറച്ചൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, പൂമ്പാറ്റയൊക്കെ. തുമ്പികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാ തുമ്പികളും ആഡ് ചെയ്തിട്ടുണ്ട്. മലയാളം പേര് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. അത് ആരെങ്കിലുമൊക്കെ ചേർക്കണം. അത് ഇപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിനായിട്ടില്ല. അതായത് ഓരോന്നും പോയി ചെയ്യണം. അതിലൊരു വേറെ രീതിയിലൊരു ലിസ്റ്റ് സ്വഭാവത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിലൊരു പരിമിതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലം അതുമേ അധികം ഗുസ്തി പിടിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ പലരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനടക്കം പക്ഷികളിലൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ കാണുമ്പോൾ അപ്പൊ പോയി ചെയ്യാറുണ്ട്. അതിൽ ഒരു പരിധി വരെ കിട്ടും. നിങ്ങൾ അപ്പൊ ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾ സെർച്ച് ചെയ്തത് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് ചേർക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ മലയാളം പേര് അവിടെ ചേർക്കാവുന്നതാണ്. അങ്ങനെയാണിത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വലുതാവുന്നത് അല്ലെങ്കിൽ വളരുന്നത്. മനോജ്, അതിൽ മലയാളം പേരുകൾ ഇപ്പം ചെടികളുടേതാണെങ്കിൽ മലയാളം പേരുകൾ പൊതുവെ കുറവാണ്. അപ്പൊ ഞങ്ങൾ കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ അതെ അത് മാഷെ അതൊരു നമുക്ക് ഒരു എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ വിക്കിപീഡിയയിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐനാച്ചുറലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സ്പീഷ്യസിന്റെ പേജ് എടുത്താൽ അതിൽ കാണുന്ന ഇൻഫോർമേഷൻ വിക്കിപീഡിയയിലാണ്. പക്ഷെ അതൊരു സാങ്കേതികത്വമാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വിക്കിപീഡിയയിലുള്ള വേറെ ഭാഷയിലുള്ള പേരുകളും കൂടി ഐനാച്ചുറലിസ്റ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളത്. പക്ഷെ അത് ഇതുവരെ അത്തരം ഡിസ്കഷൻസ് കണ്ടിരുന്നു. പക്ഷെ അതൊരു കുറച്ചും കൂടി കമ്മ്യൂണിറ്റി രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലൊരു ചർച്ചകൾ ഉണ്ടായി. അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും പണിയെടുക്കേണ്ടി വരില്ല. ഇപ്പൊ നമ്മൾ വിക്കിപീഡിയയുടെ അകത്ത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഐനാറ്റിലേക്ക് അത് വരുന്നില്ല. അപ്പൊ ഐനാറ്റിലും വീണ്ടും പണിയെടുക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള നമുക്ക് കയ്യൊഴിവില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി വിക്കിപീഡിയയുടെ കണ്ടന്റ് അവർ എടുക്കുന്നുണ്ട് ഐനാച്ചുറലിസ്റ്റ് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ വേറെ ഭാഷയിലെ പേരുകളും കൂടി എടുക്കണം എന്നുള്ളത് ഒരു ആവശ്യം അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായി വരണം. അത് ഇതുവരെ അതിനൊരു കാര്യമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണത് അത്തരം കാര്യങ്ങൾ നടക്കാത്തത്. നോക്കാം അതിലെ എങ്ങനെയാണ് ഈ പ്രാദേശിക നാമങ്ങൾ എങ്ങനെ അതിൽ എഫക്റ്റീവായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് പരിശോധിക്കാം. അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ.
കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ പറയാൻ തോന്നുന്നു. മനോജ്, ഗുഡ് ഈവനിങ്. സുമേഷ് ആയിരുന്നു. പറഞ്ഞോളൂ സുമേഷ്. അപ്പോൾ ഞാൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഒരു ബേർഡ് വാച്ചിങ് ആണ്, അതിനാറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ആലപ്പുഴ ജില്ലയിൽ ബേഡേഴ്സ് എഡ്യൂൻ എന്നൊരു സംഘടനയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മനോജ് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഔട്ട്സൈഡാണ്, അപ്പോൾ ചിലപ്പോൾ നോയിസ് ചിലപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഇവന്റിൽ എന്തുമാത്രം ആളുകൾ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു ഉറപ്പ് തരാൻ വേണ്ടി പറ്റില്ല. കാരണം നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന കാര്യം ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തത്. പക്ഷെ പൊതുവെ അംഗങ്ങളിൽ നിന്ന് വലിയൊരു ചെറിയൊരു തണുത്തൊരു റെസ്പോൺസാണ് ഉള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ ബീഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇവന്റ് നടത്താനാണെങ്കിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ചിട്ട് ഒരുപാട് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യും, പത്രത്തിൽ വാർത്ത കൊടുക്കുക, അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ആളുകൾ മടിയായിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് അത്ര ഒരു ടൈം ഫ്രെയിം ഇല്ലായിരുന്നു. പക്ഷേ അത് നമുക്ക് ലീവ് ചെയ്യാം. കാരണം ഇപ്പൊ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പോലെ കണ്ടാൽ മതിയാവും. ഇപ്പൊ ഈ ഒരു ഇവന്റിൽ നമുക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ കുറവുകളാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി നടക്കണതിന്റെ ഒരു പത്രവാർത്തയെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും നാളെ എന്തെങ്കിലും ന്യൂസ് വരുന്നുണ്ടോ മനോജ്? സുമേഷ്, അതില് പത്രവാർത്ത ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇലക്ഷന്റെ ഒരു സമയമാണ്. നമ്മൾ എന്ത് കൊടുത്താലും അത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം വെച്ചിട്ട് അവരൊന്നും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലാണ്. ഇപ്പൊ അതിനകത്ത് ലീഡ് ചെയ്യുന്ന പല ആളുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തവണ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു നമ്മള്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് പുഷ് ചെയ്യണ്ട. നമ്മളിപ്പോ ഈ ഒരു ഇത് കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഡ്രോബാക്സ് ഉണ്ടായതൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങൾ നാളത്തേക്ക് ഒരു ചെറിയൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ ഞങ്ങൾക്ക് ഇപ്പൊ സ്വാക്കിന്റെ സർവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലൊക്കേഷൻ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു 3-4 പേരുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം ചെയ്യാം. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് എന്തുമാത്രം റെസ്പോൺസ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് രഞ്ജു ഒക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ രഞ്ജുവിന്റെ സൈഡിൽ നിന്ന് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഗണേഷും അറ്റൻഡ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. ഗണേഷും ചെയ്യുമായിരിക്കും. അതിനേക്കാൾ ഉപരി എങ്ങനെ മാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഉറപ്പില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ആ കാര്യം ഒന്ന് പറയുന്നതേ ഉള്ളൂ. അതെ, എല്ലാവരും അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു പ്രത്യേക ഇപ്പൊ ഈ ഒരു സമയം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അത്ര സ്യൂട്ടായിട്ടുള്ള ഒരു സമയമല്ല. ഒന്ന് വേനലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. രാവിലെയോ വൈകിട്ടോ ഉള്ള ചെറിയൊരു സമയം മാത്രമാണ് നമുക്ക് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഒരു എലക്ഷൻ പോലെയുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. അത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് വരും വർഷങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ മനോജ്. ഓക്കെ, 8:10 അപ്പോ ആരെങ്കിലും അഡീഷണൽ ആയിട്ടൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. So thank you Shruti for giving the introduction about CNC and Manojata, thank you ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു തന്നതിന്. ആൻഡ് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. എല്ലാവരും അവരുടെ പരമാവധി ഒബ്സർവേഷൻസ് നടത്താം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ചേരാം. അതേപോലെ നമുക്ക് ഇനിയും ഇങ്ങനത്തെ ഇവന്റ്സിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.